എന്താണ് അത്ഭുതങ്ങളുടെ സമവാക്യം? ഒരത്ഭുതമുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇത് എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. യേശുക്രിസ്തു ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ്, ഇതെപ്രകാരമാണ് ഈ അത്ഭുതങ്ങളും ഈ ഒരു അതിശയ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമെന്നാണ് കർത്താവിന് മറുപടി പറഞ്ഞത്. അപ്പം നമുക്ക് ഒരത്ഭുതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. അതിനാവശ്യം വിശ്വാസമാണ്. എന്ത് വിശ്വാസമാണ്? വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. വളരെ നീട്ടി വലിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. അതിനാവശ്യമായിരിക്കുന്ന വിശ്വാസമെന്ന് പറയുന്ന അചഞ്ചലമായിരിക്കുന്നൊരു വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ സകല സാധ്യതകളും അടയുമ്പോഴും സകല വഴികളും അടയുമ്പോഴും സാധ്യതകളൊന്നും ഇല്ലാത്തപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്ന ആ വിശ്വാസമാണ് എപ്പോഴും ഒരത്ഭുതത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ, വഴി അടയുമ്പോൾ, കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, എല്ലാ സാധ്യതകളും അസ്തമിച്ചു വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നിൽക്കുവാനും, ഇല്ല ഇത് സാധ്യമായി തീരും, ഇത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതാണ് അത്ഭുതത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. തികഞ്ഞ വിശ്വാസമെന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും എങ്ങനെയായാലും നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കും, സാധിച്ചെടുക്കുമെന്ന് പറയുന്ന കാര്യം സാധിച്ചെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് പോലും പിന്മാറാതെ നിൽക്കുന്ന, അചഞ്ചലമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ സമവാക്യമെന്ന് പറയുന്നത്, ആ അത്ഭുതത്തിൻ്റെ സമവാക്യമെന്ന് പറയുന്നത്. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ നമുക്ക് ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് ഈ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയും? ഇത് നമുക്കൊരു ദിവസം കൊണ്ട് ആർജിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യമല്ല. ഇതിന് വളരെ നീണ്ട ഒരു പ്രയത്നവും ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിശ്വാസം നിരന്തരമായി കേൾക്കാനും ചർച്ച ചെയ്യാനും പഠിക്കുവാനും ഈ വിശ്വാസത്തെ ബലപ്പെടുത്താനുമുള്ള ഒരു ചാനൽ, അല്ലെങ്കിൽ ഒരു വഴി നമുക്കുണ്ടായിരിക്കണം. എല്ലാ ദിവസവും നമ്മുടെ വിശ്വാസത്തെ കെട്ടിപ്പടുക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ പണിതെടുക്കുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ശരിയായ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സമവാക്യം തേടി നമ്മൾ നടക്കുമ്പോൾ, അത്ഭുതത്തിൻ്റെ സമവാക്യം തേടി നമ്മൾ നടക്കുമ്പോൾ ഓർക്കണം, അചഞ്ചലമായിരിക്കുന്നൊരു വിശ്വാസമാണ് അത്ഭുതം കൊണ്ടുവരുന്നത്. അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് ഫെയ്ത്ത് ഫാമിലി മിഷൻ്റെ ചാനലിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള നിരന്തരമായ ക്ലാസ്സുകളും ചർച്ചകളും വീഡിയോകളും ക്ലാസ്സുകളുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണോ, ഒരു അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണോ, തീർച്ചയായിട്ടും ഫെയ്ത്ത് ഫാമിലി മിഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരത്ഭുതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ വിശ്വാസത്തെപ്പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതത്തെ നിങ്ങൾക്ക് വരുത്തിയെടുക്കുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ഫെയ്ത്ത് ഫാമിലി മിഷൻ ചാനലിലേക്കും ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തണലായി അവൻ വരുന്നു. വറ്റിയ നാളുകളിൽ ജീവജലം പകരുന്നു. വഴി തെറ്റുമ്പോൾ കൈകൊണ്ട് ചേർത്തു പിടിക്കും. മൗനത്തിൻ്റെ അറ്റത്ത് പേര് പറഞ്ഞുണർത്തും. മഞ്ഞുതുള്ളി പോലെ കൃപ നിലത്ത് വീഴുന്നു. ചോർന്ന സ്വപ്നങ്ങൾക്കും അവൻ രൂപം നൽകുന്നു. നീണ്ട രാത്രിയിൽ ഞാൻ കേൾക്കും ശബ്ദം,
കണ്ടെത്തുന്നു. അന്ധകാരത്തിനുമീതെ ഒരു പ്രകാശം തുറക്കുന്നു. ഭാരമായ കല്ലുകൾ പോലും ലഘുവായി മാറുന്നു. എന്റെ കണ്ണുനീർ അവൻ പേരോടെ എണ്ണുന്നു. ഓരോ ശ്വാസവും കൃപയുടെ പാട്ടാകുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ വയ്ക്കുന്നു എന്നെ. സ്വസ്ഥതയുടെ തീരം അണയുന്നു ഇടയനൊപ്പം. പച്ചയായ പുൽപ്പുറങ്ങളിൽ വയ്ക്കുന്നു എന്നെ. എന്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തുന്നു. കർത്താവെന്റെ ഇടയൻ, ഞാൻ പേടിക്കില്ല. അവൻ